ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മളുടെ SCERT സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് 9 തേർഡ് ചാപ്റ്റർ ഓൾഡ് SCERTയിൽ ചലനവും ചലന നിയമങ്ങളും എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാം. അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടാണിത്. സെയിം ചാപ്റ്റർ രണ്ടായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കാണാത്തവർ അത് കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം. അതിന് മുൻപായിട്ടേ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അതായത് ASMൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം ഓഗസ്റ്റ് 9 കഴിയും. അതിനുശേഷം നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള SCERT സീരീസ് ഫിസിക്സിൻ്റെ റിവിഷൻ ആരംഭിക്കും. അപ്പോൾ ആ ഒരു റിവിഷൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിലുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ചാനലിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. നമുക്കിനി ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കാം. ഇനി മൂന്നാം ചലന നിയമം, എല്ലാവർക്കും അറിയുന്ന ചലന നിയമമാണിത് അല്ലേ? എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അതായത് കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണത്തിന് വേണ്ടിയിട്ട് നമ്മൾ റോക്കറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നതിന് കാരണമായിട്ടുള്ള ബലം എന്താണെന്നാണ് കുട്ടികളോട് ചോദിച്ചിട്ടുള്ളത്. കുട്ടികളോട് അവിടെ ഒരു റോക്കറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. റോക്കറ്റിൻ്റെ അറകളിൽ നിന്ന് ഉന്നത മർദ്ദത്തിലുള്ള വാതകം പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് റോക്കറ്റ് കുതിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ റോക്കറ്റിൻ്റെ അറകളിൽ നിന്ന് ഉന്നത മർദ്ദത്തിലുള്ള ഹൈ പ്രഷറിലുള്ള വാതകം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായിട്ടാണ് റോക്കറ്റ് കുതിച്ച് പായുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ പ്രതിപ്രവർത്തനം എന്ന് നോക്കാം. ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പ്രതിപ്രവർത്തനം ഉളവാകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായിട്ടും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലം പ്രതിപ്രവർത്തനമായിട്ടുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്? ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായിട്ടും അതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനമായിട്ടുമാണ് കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് പ്രതിപ്രവർത്തനം ഉളവാകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായിട്ടും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാകുന്ന ബലത്തെ പ്രതിപ്രവർത്തനമായിട്ടുമാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യമാണ് ഈ ഒരു കേസിൽ. ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യമാണ്. പറഞ്ഞിട്ടുള്ള ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ലോയുടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ തന്നിരിക്കാൻ നോക്കിയേ. ജല ഉപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുകയാണ്. അപ്പോൾ ആള് തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായിട്ട് തോണി പിറകോട്ട് നീങ്ങുകയാണ്. അതിനെയാണ് പ്രവർത്തനമായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. പ്രതിപ്രവർത്തനം എന്താണ്? തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായിട്ട് ആള് മുന്നോട്ട് ചാടുകയാണ്. ഓക്കെ, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇവിടുത്തെ പ്രവർത്തനം ആള് തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ റിസൾട്ടായിട്ട് തോണി ബാക്കിലേക്ക് ഒന്ന് നീങ്ങി. തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായിട്ട് ആള് മുന്നോട്ടും ചലിച്ചു. ക്ലിയർ അല്ലേ? തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ ഗണ്ണ് ഷൂട്ട് ചെയ്യാണ്. ഗണ്ണ് ഷൂട്ട് ചെയ്യുമ്പം വെടിയുണ്ട മുന്നോട്ട് പായുന്നു. ആ അതേ ഫോഴ്സ് തന്നെ ആ ഒരു ഗണ്ണിന് ബാക്കിലേക്കും എക്സേർട്ട് ചെയ്യും. അതിനെയാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പ്രവർത്തനം എന്താണ്? വെടിയുണ്ട മുന്നോട്ട് പായുകയാണ്. അപ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ആവും. അത് പ്രതിപ്രവർത്തനവുമാണ്. ഓക്കെ, ഏതൊരു പ്രവർത്തനത്തെ നമുക്ക് ഏതിനെ വേണമെങ്കിലും നമുക്ക് പ്രവർത്തനമായിട്ട് എടുക്കാം. അപ്പോൾ വിപരീത ദിശയിൽ ഉണ്ടാകുന്ന കാര്യത്തിനെ പ്രതിപ്രവർത്തനമായിട്ടുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതുകൂടാതെ തന്നെ പിന്നെ റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ. അതുകൂടാതെ ബലൂൺ കാറ്റഴിച്ച് വിടുമ്പോൾ തൊട്ട് മുന്നേ ഉണ്ടായ ഒരു എക്സാമ്പിൾ കുട്ടികൾക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാറ്റ് നിറച്ച ബലൂണിന് കാറ്റ് അഴിച്ചു വിടുകയാണ്. ആ സമയത്ത് കാറ്റ് താഴേക്ക് പോകുമ്പോൾ ബലൂണ് മുകളിലേക്ക് ഉയരും അല്ലേ? അതും ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല. എന്തായിരിക്കും കാരണം? ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ചെളിയിൽ നിന്ന് വസ്തുക്കളെ തള്ളി നീക്കാൻ ശ്രമിച്ചാലും ഇത് തന്നെയാണ് ഫലം. ഏത് പ്രവർത്തനം നടക്കണമെങ്കിലും പ്രതിപ്രവർത്തനം പ്രയോഗിക്കുന്ന ഒരു ബാഹ്യ വസ്തു ഉണ്ടായിരിക്കണം. തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ ചാടാനുള്ള ബാഹ്യബലം തോണിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് തോണിയെ പുറകോട്ട് തള്ളുന്നത് പ്രവർത്തനവും തോണി പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തനവുമാണ്. ഇവ വിപരീത ദിശയിലാണെങ്കിലും പരിമാണത്തിൽ തുല്യമാണ്. ഓക്കെ, F12 എന്നത് ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലമാണ്. F12 എന്നെഴുതിയാൽ എന്താണ് അതിനർത്ഥം? F12 എന്നെഴുതിയാൽ ഒന്നാമത്തെ വസ്തുവിൽ ഈ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലമാണ്. F12 എന്നത് ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് F12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ F21 എന്നെഴുതിയാൽ എന്താണ്? ഈ ഒരു രണ്ടാമത്തെ വസ്തുവിൽ ഒന്നാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് F21 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? F12 - F21 എന്നെഴുതാം. അതായത് തുല്യവും വിപരീതവുമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തുല്യവും വിപരീതവുമാണ് ഈ ഫോഴ്സുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമാണ്. അവ തമ്മിൽ ഒരിക്കലും ക്യാൻസലായി പോകുന്നില്ല, റദ്ദായി പോകുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം അനുസരിച്ചിട്ട് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമാണ്. പക്ഷേ അവ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല, അല്ലെ റദ്ദായി പോകുന്നില്ല എന്നുള്ളതാണ് പോയിന്റ്. ഇനി ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം അനുസരിച്ച് എന്താണ്? പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ തുല്യവും വിപരീതവുമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യൂഹത്തിൻ്റെ ആകെ ആക്കത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നടക്കുന്ന ഒരു വ്യൂഹം, അതിനകത്ത് അതിന് ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യൂഹത്തിൻ്റെ ആകെ ആക്കം എന്ന് പറയുന്നത് അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയി റിമൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവ പരസ്പരം റദ്ദാക്കപ്പെടുന്നില്ല എന്നുള്ള പോയിന്റാണ്. ഇനി ആക്ക സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഇടിക്കുമ്പോൾ വസ്തുക്കളുടെ ആക്കം മാറ്റമില്ലാതെ തുടരും. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഇടിക്കുമ്പോൾ വസ്തുക്കളുടെ ആകെ ആക്കം, ആകെ മൊമെന്റം മാറ്റമില്ലാതെ തുടരും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് ശരിയാണോ എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം സമാന വലിപ്പമുള്ള M1 M2 എന്നിങ്ങനെ വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ എടുത്തിരിക്കുകയാണ്. A എന്നും B എന്നും പേരുള്ള രണ്ട് വസ്തുക്കൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? M1 M2 എന്നിങ്ങനെ വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കളാണ്. അപ്പോൾ അവയുടെ പ്രവേഗം U1 എന്നും U2 എന്നുമാണ് എടുത്തിരിക്കുന്നത്. അവയുടെ പ്രവേഗം U1 എന്നും U2 എന്നും ഒരേ ദിശയിൽ നേർരേഖയിലാണ് ഈ രണ്ട് വസ്തുക്കളും സഞ്ചരിക്കുന്നത്. അപ്പോൾ എയുടെ പ്രവേഗം കൂടുതലെങ്കിൽ എന്ത് ചെയ്യും? ആ വസ്തു ബിയിൽ വന്ന് ഇടിക്കുമല്ലോ. ഈ എയുടെ പ്രവേഗം കൂടുതലാണെങ്കിൽ ഈ വസ്തു പോയിട്ട് ബിയിൽ വന്ന് ഇടിക്കും. ക്ലിയർ ആണല്ലോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ ഇടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ വെലോസിറ്റി രണ്ടിൻ്റെയും മൊത്തത്തിൽ ഒന്ന് മാറ്റപ്പെട്ട് പുതിയ വെലോസിറ്റി എന്ന് പറയുന്നത് V1ഉം V2 ആയിട്ട് മാറും. ഇടിച്ച ശേഷം അവയുടെ പ്രവേഗം യഥാക്രമം V1 V2 എന്നിങ്ങനെ മാറ്റപ്പെടുന്നു. അതായത് വ്യൂഹത്തിൻ്റെ ആകെ ആക്കമാണ് ഇന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം അനുസരിച്ച് നമ്മൾ പറഞ്ഞു F12 - F21 ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത്
ഇടിക്കുന്നതിന് മുൻപ് ആകെ ആക്കം എന്ന് പറയുന്നത് എന്താണ്? ആക്കം കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മാസ് എന്ന് പറയുന്ന ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസ്, u1 എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ പ്രവേഗമാണ്. ഓക്കെ, അപ്പോൾ m1 v1ഉം പിന്നെ അതുപോലെ ആകെ ആക്കമാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യൂഹത്തിലെ ആകെ ആക്കം എന്ന് പറയുന്നത് ഈ a എന്ന വസ്തുവിൻ്റെയും രണ്ടാമത്തെ b എന്ന് പറയുന്ന വസ്തുവിൻ്റെയും ആ ഒരു എന്താണ് പ്രവേഗങ്ങൾ തമ്മിൽ കൂട്ടണം അല്ലേ? ആക്കം തമ്മിൽ കൂട്ടണം. അപ്പോൾ ആക്കം കാണാൻ വേണ്ടി നമുക്ക് അറിയുന്ന ഇക്വേഷൻ P = mv എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ ഈ ഒരു വ്യൂഹത്തിൻ്റെ എന്താണ് ആക്കം എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് m1, പിന്നെ അതുപോലെ അവിടുത്തെ വിക്ക് പകരം എന്താണുള്ളത്? u1 ആണ്. അതും അതോടൊപ്പം രണ്ടാമത് ബിയുടെ m2 u2 എന്നുള്ള ആ ഒരു ആക്കവും തമ്മിൽ ആഡ് ചെയ്യണം. പിന്നെ അങ്ങനെ ഇടിച്ചതിന് ശേഷം ഉള്ള ആക്കം എന്ന് പറയുന്നത് u1ഉം u2 മാറിയിട്ട് അവിടെ v1ഉം v2 ആയിട്ട് വരും. അപ്പോൾ ഇടിക്കുമ്പോൾ രണ്ട് വസ്തുക്കളിലും പ്രയോഗിക്കപ്പെടുന്ന ബലം രണ്ടാം ചലന നിയമം അനുസരിച്ച് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ ചലന നിയമം അനുസരിച്ച് ആക്ക വ്യത്യാസ നിരക്ക് ബാഹ്യബലത്തിന് നേരനുപാതത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചലന നിയമം അനുസരിച്ച് ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലാണ് നമ്മൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടല്ലോ. അതിനാൽ എയിൽ ബി പ്രയോഗിച്ച ബലം FAB എന്ന് എഴുതിയാൽ എന്താണ്? എയിൽ ബി പ്രയോഗിച്ച ബലമാണ്. അപ്പോൾ FAB = ബി പ്രയോഗിച്ച ബലം എന്ന് പറയുമ്പോൾ ബിയുടെ ആണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതേണ്ട ആക്കം. അപ്പോൾ m1 v1 മൈനസ് m1 u1 / t എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇനി അടുത്തതിലേക്ക് വരാം. ഇനി നമുക്ക് FBA എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ്? എ എന്ന വസ്തു ബിയിൽ പ്രയോഗിച്ചിട്ടുള്ള ആ ഒരു ആക്കമാണ്. അപ്പോൾ m2 v2 മൈനസ് m2 u2 / t. ക്ലിയർ അല്ലേ എഴുതിയിരിക്കുന്നത്? ഇത് ബി എന്ന വസ്തുവിൻ്റെ പ്രവേഗമാണ് ഈ u2ഉം v2ഉം. v2 എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും u2 എന്ന് പറയുന്നത് ആദ്യ പ്രവേഗവുമാണ്. ക്ലിയർ ആണല്ലോ ഇത്രയും? ഇനി മൂന്നാമത്തെ ചലന നിയമം അനുസരിച്ച് നമുക്ക് അറിയുന്നൊരു പോയിന്റ് ഇതാണ്, FAB = -FBA എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. FAB നമ്മൾ മേളിൽ പറഞ്ഞു, ആ ഒരു വാല്യൂ ഇവിടെ കൊടുത്തു. ഓക്കെ, FAB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂവും അതുപോലെ FBA എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമ്മളിവിടെ കൊടുക്കുകയാണ്. അതോടൊപ്പം എന്തും കൂടി ഇടണം, നമ്മളൊരു മൈനസ് ഇല്ലേ, ആ മൈനസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് മൊത്തത്തിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ ടീകൾ തമ്മിൽ ക്യാൻസലായിട്ട് പോവേ. ടീകൾ തമ്മിൽ ക്യാൻസലായിട്ട് പോകും. അതായത് ഇവിടുത്തെ ടി എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് വരും. അങ്ങനെ ആ ടി തമ്മിൽ ക്യാൻസലായി പോകും. ഓക്കെ, അത് വിടാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ഉള്ളത്? m1 v1 മൈനസ് m1 u1 = -m2 v2 മൈനസ് m2 u2 എന്ന് വരും. ഓക്കെ, എങ്ങനെയായാലും ഇത് ഫൈനലി സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: m1 v1 + m2 v2 = m1 u1 + m2 u2. പ്രത്യേകിച്ചൊന്നുമില്ല, ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും ഇടിക്കുന്നതിന് മുൻപുള്ള ആകെ ആക്കവും തുല്യമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നത്. ഇതൊന്നും പഠിക്കണമെന്നില്ല, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഇടിക്കുമ്പോൾ വസ്തുക്കളുടെ ആകെ ആക്കം മാറ്റമില്ലാതെ തുടരും എന്ന പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതെങ്ങനെയാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിലൂടെ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയിട്ട് കേൾക്കുക. ഇനി അത്രയും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ്? ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഇടിക്കുമ്പോൾ അതിൻ്റെ ആക്കം മാറ്റമില്ലാതെ തുടരും എന്ന പോയിന്റ് അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത ഭാഗം, ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മാറ്റം ഉണ്ടായത്, ഈ വസ്തുക്കൾ തമ്മിൽ നമ്മളിങ്ങനെ രണ്ടാമത്തെ വ്യൂഹത്തിൽ മാറ്റം ഉണ്ടായത് എങ്ങനെയാണ്? എക്ക് പ്രവേഗം കൂടിയപ്പോഴാണ് അല്ലേ? അതായത് ഒരു എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും എന്നാണ്. ഇതിനെയാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ആക്ക സംരക്ഷണ നിയമം. ഇത് നമ്മൾ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് എക്സാമ്പിൾ പറഞ്ഞത്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, വെടി ഉതിർക്കുന്നതിന് മുൻപ് എങ്ങനെയാണ്, വെടി ഉതിർത്തതിന് ശേഷം എങ്ങനെയാണെന്ന്. ഈ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയും ഫോഴ്സിൽ തന്നെ എന്ത് ചെയ്യും? ഈ ഒരു ഗണ്ണ് ബാക്കിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ നെഗറ്റീവ് ചിഹ്നം കണ്ടോ നിങ്ങൾ? ഈ നെഗറ്റീവ് ചിഹ്നം എന്തിനാണ് കാണിക്കുന്നത്?
തോക്ക് പിറകോട്ട് തെറിക്കുന്ന പ്രവേഗം, അതാണ് നെഗറ്റീവ് ചിഹ്നം. ബുള്ളറ്റ് പോകുന്ന ദിശയ്ക്ക് എതിരെയുള്ള ദിശയാണെന്ന് സൂചിപ്പിക്കാനാണ് ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ F12 - F21 എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അതായത് തുല്യവും വിപരീതവുമാണ്, അവിടെ റദ്ദാക്കപ്പെടുന്നില്ല. പക്ഷേ എന്താണ്, ആ ഒരു ദിശ കാണിക്കാനാണ് ഈ ഒരു നെഗറ്റീവ് സിമ്പൽ നമ്മളിവിടെ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണേ. ഇനി നമുക്ക് വർത്തുള ചലനത്തെക്കുറിച്ച് നോക്കാം. എന്താണ് വർത്തുള ചലനം? സർക്കുലാർ മോഷൻ, അതായത് ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനത്തിനെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഇനി ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ചോദ്യം? സമവേഗത്തിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം മാറുന്നുണ്ടോ? അത് സമവേഗത്തിൽ വർത്തുളപാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം മാറുന്നുണ്ടോ? മാറുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദിശ മാറുന്നുണ്ട്. ദിശ മാറുമ്പോൾ എന്ത് ചെയ്യും? പ്രവേഗവും മാറും. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ m മാസുള്ള വസ്തു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പോകാനുള്ള ടെൻഡൻസി ഇങ്ങോട്ടാണ്. പക്ഷെ വസ്തുവിന്റെ ചലന ദിശ എന്ന് പറയുന്നത് സർക്കുലാർ മോഷനിലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ദിശ മാറുന്നുണ്ട്. ദിശ മാറുമ്പോൾ എന്ത് ചെയ്യും? പ്രവേഗവും മാറും, അവിടെ ത്വരണം ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പൊ ഈ പ്രവേഗ മാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് അടുത്ത ചോദ്യം. എങ്ങനെയാണ്? വേഗത്തിലെ മാറ്റം മൂലം, ദിശയിലെ മാറ്റം മൂലം, വേഗത്തിലും ദിശയിലുമുള്ള മാറ്റം മൂലം എന്തുണ്ടാകും? ഈ ഒരു വസ്തുവിന് പ്രവേഗ മാറ്റം ഉണ്ടാകും. വേഗത്തിലെ മാറ്റം മൂലവും ദിശയിലെ മാറ്റം മൂലവും അതുപോലെ വേഗവും ദിശയും തമ്മിലുള്ള, അല്ലെ വേഗവും ദിശയിലും, വേഗത്തിലും ദിശയിലുമുള്ള മാറ്റം കാരണവും എന്തുണ്ടാകും? പ്രവേഗ മാറ്റം ഉണ്ടാകും. പ്രവേഗ മാറ്റം കാരണം വസ്തുവിന് എന്തുണ്ടാകുന്നുണ്ട്? ത്വരണം ഉണ്ടാകുന്നുണ്ട്. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, ദിശ മാറുമ്പോൾ പ്രവേഗവും മാറും, അപ്പോൾ എന്ത് ചെയ്യും? ത്വരണവും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഭാഗം, വർത്ത ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെയാണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ബലമാണ് അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് നമ്മളൊരു നൂലിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു എക്സാമ്പിൾ, അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നൂല് അകത്തേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഈ അഭികേന്ദ്ര ബലം അനുഭവപ്പെടുന്നത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കായിരിക്കും എന്ന പോയിന്റ് കൂടി ഓർത്തു വെക്കുക. അഭികേന്ദ്ര ബലം FC എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. FC = mv²/r എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ m എന്താണ്? m മാസാണ്, v പ്രവേഗമാണ്, r എന്നുള്ളത് ആരമാണ്. അപ്പോൾ വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ m മാസുള്ള ഒരു വസ്തു v പ്രവേഗത്തിൽ r ആരമുള്ള വൃത്തപാതയിൽ വർത്തുള ചലനം നടത്തിയാൽ നമുക്ക് അഭികേന്ദ്ര ബല ഫോഴ്സിനെ എങ്ങനെ പറയാം? mv²/r ആയിരിക്കും. അഭികേന്ദ്ര ബലം mv²/r ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. അതിന് ഉദാഹരണമാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം. PYQ ആണ് കേട്ടോ. എന്താണ് ഓർക്കണം? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനമാണ് എന്ത്? സമവർത്തുള ചലനത്തിന് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാ, ഇനിയും ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡ്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ സെക്കൻഡ് പാർട്ടാണ്, അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇത് നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിൻ്റെ സമഗ്ര സൈറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ ഒക്കെ റിവിഷൻ സമയത്ത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നോക്കാം. സമവർത്തുള ചലനങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം നമ്മൾ ഇന്ന് ഓൾറെഡി ചർച്ച ചെയ്തു അല്ലേ. എന്തായിരുന്നു? പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ ചലനം നമ്മൾ പറഞ്ഞതാണ്. അതുകൂടാതെ തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് അല്പനേരത്തിന് ശേഷം ഫാനിൻ്റെ ദളങ്ങളുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം. അതായത് സ്വിച്ച് ഓൺ ചെയ്ത് അല്പനേരത്തിന് ശേഷം സമവേഗത്തിൽ ചലിക്കുന്ന
ഫാനിൻ്റെ ദളങ്ങളുടെ അഗ്രഭാഗത്തിൻ്റെ ചലനവും സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സമവർത്തുള ചലനത്തിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ എഴുതി. ഇതിൽ ആദ്യത്തെ പെൻഡുലം ക്ലോക്കിൻ്റേത് PYQ ആണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. സ്വിച്ച് ഓൺ ചെയ്ത് അല്പനേരത്തിന് ശേഷം സമവേഗത്തിലുള്ള ഫാനിൻ്റെ ദളങ്ങളുടെ അഗ്രഭാഗത്തിൻ്റെ ചലനവും സമവർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. അടുത്ത ചോദ്യം, വായു നിറച്ച ഒരു ബലൂണിൽ നിന്നും വായു പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ വായു പ്രവാഹത്തിനെതിരെ ചലിക്കുന്നു. ഇതിലെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വിശദമാക്കുക. നമ്മൾ ന്യൂട്ടന്റെ 3ാം ചലന നിയമത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ബലൂണിൽ നിന്ന് വായു പുറത്തേക്ക് പോകുമ്പോൾ അതൊരു പ്രവർത്തനമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വായു പ്രവാഹത്തിന് എതിർ ദിശയിൽ ഉള്ള ബലൂണിന്റെ ചലനത്തെ ഒരു പ്രതിപ്രവർത്തനമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ക്ലിയർ ആയോ? വായു നിറച്ച ഒരു ബലൂണാണ്. അപ്പോൾ അതിന് വായു നമ്മൾ തുറന്നു വിടുകയാണ്. ആ വായു പുറത്തേക്ക് പോകുന്നത് പ്രവർത്തനമായിട്ട് പരിഗണിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എതിർ ദിശയിലുള്ള ബലൂണിന്റെ പ്രതിപ്രവർത്തനമാണ്. അടുത്തൊരു പ്രോബ്ലം ആണ്. എന്താണ് പ്രോബ്ലം? 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ? എന്തുകൊണ്ടാണ്? ചോദ്യം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 2000 കിലോഗ്രാം ആണ് ആർക്ക്? ബസ്സിനുള്ളത് ആണല്ലോ. നമ്മുടെ കാറിനാണെങ്കിൽ 1000 കിലോഗ്രാമുമാണ്. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? ആക്കം കാണാൻ P = mv എന്നാണ്. ഇവിടെ തന്നിട്ടുള്ള പ്രവേഗം എന്താണ്? ഒരേ പ്രവേഗത്തിലാണ് രണ്ടും സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ V കോൺസ്റ്റന്റ് ആണ്. അപ്പൊ M കൂടുതലുള്ളത് ഏതിനാണോ അതിനായിരിക്കും എന്ത്? ആക്കം കൂടുതൽ. M എന്ന് പറഞ്ഞാൽ മാസ് ഇവിടെ കൂടുതൽ ഏതിനാണ്? ബസ്സിനാണ്. അപ്പൊ 2000 കിലോഗ്രാം മാസുള്ള ബസ്സിന് അതിനാണ് എന്ത്? ആക്കം കൂടുതൽ. എന്തുകൊണ്ടാണ്? ആക്കത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാസും അതുപോലെ തന്നെ വെലോസിറ്റിയും പ്രവേഗവും. അപ്പൊ അതുകൊണ്ട് പ്രവേഗം തുല്യമാണെങ്കിലും മാസ് കൂടുമ്പോൾ ആക്കം വർദ്ധിക്കുന്നു. നമ്മളെ ചേസ് ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് മറ്റൊരു കേസാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 5 മീറ്റർ/സെക്കൻഡ് സമത്വരണത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്ന, അപ്പോൾ എന്താണ് 5 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിലറേഷൻ ആണ്, A ആണ്. സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു കാർ നിശ്ചലാവസ്ഥയിൽ നിന്നും, നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ അതിന്റെ U എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ചലനം ആരംഭിച്ച് 25 സെക്കൻഡ് സമയം തന്നിട്ടുണ്ട്. 25 സെക്കൻഡ്. ഇനി 75 മീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കാറിന്റെ അന്ത്യപ്രവേഗം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാറിന്റെ അന്ത്യപ്രവേഗം നമ്മൾ കണക്കാക്കണം. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യേണ്ടത് അന്ത്യപ്രവേഗമാണ്. അന്ത്യപ്രവേഗം എന്ന് പറയുമ്പോൾ ഇത് U എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് കാണേണ്ടത് V ആണ്. അന്ത്യപ്രവേഗം V എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അതിനകത്ത് നമുക്ക് V ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. എന്താണ്? V = U + AT എന്നുള്ളതാണ് ഇക്വേഷൻ ആണല്ലോ. U എത്രയാണ്? 0 ആണ്. ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 5 ആണ്. ടൈം എത്രയാ? 25 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും 25 × 5 എന്ന് പറയുന്നത് 125 മീറ്റർ/സെക്കൻഡ്. 125 മീറ്റർ/സെക്കൻഡ് അല്ലേ? വെലോസിറ്റി ആണ്. 125 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ അന്ത്യപ്രവേഗം. ക്ലിയർ ആയല്ലോ. ഇവിടെ ഈ ഒരു കേസിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവുമാണ്. നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, പ്രവേഗം കാണാൻ വേണ്ടിയിട്ട് സ്ഥാനാന്തരം ബൈ സമയം ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. V = S/T എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോബ്ലം ചെയ്തതിൽ ഒരു 1-2 പേര് ഡൗട്ട് ചോദിച്ചതാണ്. ഈ V = U + AT ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ അല്ലല്ലോ V = S/T ചെയ്തിട്ട് കിട്ടുന്നതെന്ന്. അത് ശരിയാണ്. കാരണം ഇവിടെ V എന്ന് പറയുന്നത് വെലോസിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ആണോ അന്ത്യമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്കൊരു ശരാശരി വെലോസിറ്റി ആണ് കിട്ടുക. ഓക്കെ, ഒരു ആവറേജ് വെലോസിറ്റി ആണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ V = U + AT എന്ന് പറയുന്നതിൽ U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗവും V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി കാണാൻ പറയുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ V² = U² + 2AS അല്ലെ S = UT + ½ AT² എന്നുള്ള ഇക്വേഷനിൽ ആദ്യ പ്രവേഗം കാണാനൊക്കെ ആ 3 ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇത് ശരാശരി വെലോസിറ്റി കാണാനാണ് V = S/T. വെലോസിറ്റി = സ്ഥാനാന്തരം ബൈ സമയം എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 100 കിലോഗ്രാം മാസുള്ള ഒരു മോട്ടോർ സൈക്കിൾ നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ആക്കം എത്രയായിരിക്കും? നമുക്കറിയുന്ന ഇക്വേഷൻ P = mv എന്നുള്ള ഇക്വേഷനാണ് ആക്കം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മാസ് എത്രയാണ്? 100 കിലോഗ്രാം ആണ്. നിശ്ചലാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0 അല്ലേ. ഇനി
ഈ മോട്ടോർ സൈക്കിൾ 40 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആക്കം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താണ്? 100 കിലോഗ്രാം മാസുള്ള ഒരു മോട്ടോർ സൈക്കിൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ആക്കം എത്രയായിരിക്കും? അപ്പോൾ ആക്കം കാണാൻ വേണ്ടിയിട്ട് P=mv ആണ്. ഇവിടുത്തെ v ഫസ്റ്റ് കേസിൽ 0 ആണ്. കാരണം എന്താ? നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ അവിടുത്തെ ആക്കം 0 ആണ്. ഇനി ഈ മോട്ടോർ സൈക്കിള് 40 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആക്കം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ v എത്രയായി മാറി? 40 ആണ്. സെക്കൻഡ് കേസിൽ v 40 ആണ്. അപ്പം നമ്മുടെ ആക്കം എന്ന് പറയുന്നത് P=mv, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എത്രയാണ്? 100 ആണ്. അതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ എത്ര വന്നു? 4000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് വന്നു. ഒരു വസ്തുവിൻ്റെ മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എഴുതുക. എന്താണ് മാസും ഇനീഷ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? എന്താണ്? മാസും ജഡത്വവും നേർ അനുപാതത്തിലാണ്. മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടും. ക്ലിയർ ആണല്ലോ? മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളെ ചലന ജഡത്വം, നിശ്ചല ജഡത്വം എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം, ഓടുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ അതിൽ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. ഓടുന്ന ബസ് പെട്ടെന്ന് നിർത്തുകയാണ്. അതായത് ഇവിടെ യാത്രക്കാരെന്താണ്? ഒരു ലോ ഓഫ് ഇനേഷ്യ ഓഫ് മോഷനിലാണ് അല്ലേ? ചലന ജഡത്വമാണ് അതിന് ആൻസർ ആയിരുന്നത്. ചലന ജഡത്വം. അപ്പോൾ അവർക്ക് ചലിക്കാനുള്ള ഒരു പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചലന ജഡത്വത്തിനാണ് ഉദാഹരണം. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ദളങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം അല്പനേരം കൂടി കറങ്ങുകയാണ്. അതെന്താണ്? പെട്ടെന്ന് അങ്ങ് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അതിനും ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണതയാണുള്ളത്. അതും ചലനജഡത്തിന് എക്സാമ്പിളാണ്. മാവിൻ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് താഴെ വീഴുകയാണ്. അതെന്താണ്? മാവിൻ കൊമ്പാണ് കുലുങ്ങുന്നത്. മാങ്ങയുടെ ടെൻഡൻസി എന്താണ്? നിശ്ചലമായിട്ട് നിൽക്കാനുള്ള ടെൻഡൻസിയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതെന്തിന് എക്സാമ്പിളാണ്? നിശ്ചല ജഡത്വത്തിനാണ് ഉദാഹരണം. ഇനി, അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനിലൂടെ അട്ടി തെറ്റിക്കാതെ അടിയിലെ കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നതും എന്താണ്? നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിളാണ്. ആ അട്ടിയായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിനുകൾക്ക് നിശ്ചലമായി തുടരാനാണ് താല്പര്യപ്പെടുന്നത് അല്ലേ? അതിനുള്ള പ്രവണതയാണ്. അപ്പോൾ ഈ അടിയിലത്തെ ഒരു കോയിൻ മാത്രം തട്ടിത്തെറിപ്പിക്കാനായിട്ട് കഴിയുമ്പോൾ ഈ അട്ടിയായിട്ടുള്ള ബാക്കി ഭാഗം അതുപോലെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് നിശ്ചല ജഡത്വത്തിൽ തുടരാനാണ് പ്രവണതയുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഈ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ചോദ്യമുണ്ട്. അതായത് കാർപ്പറ്റിലെ പൊടി തട്ടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം എന്താണ്? വടി കൊണ്ട് തട്ടുകയാണ്. ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ പൊടി എന്ന് പറയുന്നത് റെസ്റ്റിലിരിക്കാനാണ് ആ പൊടിക്ക് ആഗ്രഹം. അപ്പോൾ ഈ പൊടി റെസ്റ്റിലിരിക്കുകയാണ് ഉള്ള ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ട് എന്താണ്? അതൊരു നിശ്ചല ജഡത്വത്തിനാണ് ഉദാഹരണമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് വരാം. ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി ബന്ധം പൂർത്തിയാക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആക്കത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ്. ആവേഗമാണെങ്കിലോ? ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ആവേഗം ന്യൂട്ടൺ സെക്കൻഡ് ആണ് അല്ലേ? ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. കാരണം എന്താണ് യൂണിറ്റ് എന്ന് പറയാൻ കാരണം? എന്താ? ആവേഗം എന്ന് പറഞ്ഞാൽ ബലം ഇൻറ്റു സമയമാണ്. ബലം ഇൻറ്റു സമയം, ഫോഴ്സ് ഇൻറ്റു ടൈം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ആവേഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതാണ്. ആദ്യം, പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. എന്താണ് കാരണം? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/t എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/t. ഫോഴ്സും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടൈം കൂടുതൽ കിട്ടുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു ഫോഴ്സ്, ഇപ്പോൾ ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന ആ ഒരു കേസ് ആണെങ്കിൽ തന്നെ ടൈം കൂടുതൽ കിട്ടുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സമയം ദീർഘിപ്പിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലം കുറയുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം. സമവർത്തുള ചലനത്തിലുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തിന്റെ ദിശ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? സമവർത്തുള ചലനത്തിലുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തിന്റെ ദിശ വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. സമവർത്തുള ചലനത്തിലുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തിന്റെ ദിശ എന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. ഇനി എന്താണ് സമവർത്തുള ചലനം? വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സമവർത്തുള ചലനം എന്ന് പറയാം. സമവർത്തുള ചലനത്തിലുള്ള വസ്തുവിന് അനുഭവപ്പെടുന്ന ത്വരണത്തിന്റെ ദിശ എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. ഇനി അടുത്തത്
10 kg മാസുള്ള ഒരു വസ്തുവിൽ 4 സെക്കൻഡ് നേരത്തേക്ക് ഒരേ അളവിലുള്ള ബലം പ്രയോഗിക്കുന്നു. ഇതുമൂലം വസ്തുവിന്റെ പ്രവേഗം 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 14 മീറ്റർ പെർ സെക്കൻഡായി വർദ്ധിക്കുന്നു എങ്കിൽ പ്രയോഗിച്ച ബലത്തിന്റെ അളവ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ് അല്ലേ. എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു എക്ക് പകരം വി മൈനസ് യു ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് കണ്ടെത്തണം. അപ്പോൾ എം എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എന്നാണ്? 10 kg അല്ലേ? 10 kg ആണ്. അപ്പോൾ 10. ഇനി വെലോസിറ്റി വി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. വി എത്രയാണ്? 14 ആയിട്ട് മാറി. ഫൈനൽ വെലോസിറ്റി 14 ആണ്. 14 മൈനസ് എത്രയാ? ആദ്യത്തെ പ്രവേഗം 6 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 4 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 10 × 8/4 എന്ന് കിട്ടി ആണല്ലോ. ഇനി ഇവിടെ എന്ത് കിട്ടും? 10 × 2 എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ ആണ്. 20 ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. 20 ന്യൂട്ടൺ. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ അല്ലേ? മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. നമുക്കറിയുന്ന ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ്. ഓക്കെ, ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ എ എന്നത് വി മൈനസ് യു ബൈ ടി ആണ്. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ എക്ക് പകരം നമുക്ക് ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ? എം എന്ന് പറയുന്നത് 10 kg ആണ്. അപ്പോൾ 10 × ആക്സലറേഷൻ കാണാൻ വേണ്ടിയിട്ട് വി മൈനസ് യു ആണ്. അന്ത്യപ്രവേഗം 14 ആണ്. ആദ്യ പ്രവേഗം 6 ആണ്. ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 20 എന്ന് കിട്ടും. ഫോഴ്സിൻ്റെ ആ ഒരു യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ 20 ന്യൂട്ടൺ എന്ന് എഴുതി. അടുത്തത്, വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. അതുപോലെ ടാർ നിറച്ച വീപ്പ ഉരുട്ടി നീക്കുമ്പോൾ ഒഴിഞ്ഞ വീപ്പ നിരക്കുന്നതിനേക്കാൾ പ്രയാസം അനുഭവപ്പെടുന്നു. ഈ രണ്ട് സിറ്റുവേഷനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുന്നത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഭാരം കൂടിയ വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലാണ്. ആനയുടെ കേസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും. മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും. ഭാരം കൂടുന്ന വസ്തുക്കൾക്ക് ജഡത്വവും കൂടും. അപ്പോൾ ഭാരം കയറ്റിയ വാഹനങ്ങൾ വേഗം കുറയ്ക്കാതെ വളവ് തിരിയുന്നത് അപകടങ്ങൾക്ക് കാരണമാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അമിതഭാരം, അതായത് അമിതഭാരം ചലനജഡത്വം കാരണം പെട്ടെന്ന് നിശ്ചലമാകില്ല. ഓക്കെ, അമിതഭാരത്തിന് ചലനജഡത്വമാണുള്ളത്. അപ്പോൾ ഈ ചലനജഡത്വം കാരണം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഈ അമിതഭാരത്തിന് ചലനജഡത്വമാണ് നിലനിന്ന് പോകുന്നത്. അതിനുള്ള പ്രവണതയാണുള്ളത്. അപ്പോൾ ഈ ചലനജഡത്വം കാരണം അത് പെട്ടെന്ന് നിശ്ചലമാവുകയില്ല. വണ്ടി അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താ? ടാർ നിറച്ച വീപ്പ ഉരുട്ടി നീക്കുമ്പോൾ ഒഴിഞ്ഞ വീപ്പ നീക്കുന്നതിനേക്കാൾ പ്രയാസം അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? ഭാരം കൂടിയ വസ്തുക്കൾക്ക് നിശ്ചല ജഡത്വം കൂടുതലായിരിക്കും. ഭാരം കൂടിയ വസ്തുക്കൾക്ക് നിശ്ചല ജഡത്വം കൂടുതലായതിനാൽ എന്താണ്? ടാർ നിറച്ച വീപ്പ ഉരുട്ടി നീക്കുമ്പോൾ ഒഴിഞ്ഞ വീപ്പ നീക്കുന്നതിനേക്കാൾ പ്രയാസം. ഇത് ഭാരം കൂടുമ്പോൾ ജഡത്വം കൂടും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലമാണ്. മണിക്കൂറിൽ 90 കിലോമീറ്റർ, ആ കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കി തന്നിട്ടുണ്ട്. 25 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ 3 സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു. ടൈം തന്നിട്ടുണ്ട് 3 സെക്കൻഡ് ആണ്. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ മാസ് 1200 kg ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എത്രയായിരിക്കും? ബലം കാണാൻ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. ഇനി അതിൽ തന്നെ എ എന്താണ്? വി മൈനസ് യു ബൈ ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്ക് പകരം നമുക്കിവിടെ എന്ത് കൊടുക്കാം? ഈ എക്ക് പകരം നമുക്കിവിടെ വി മൈനസ് യു ബൈ ടി എന്ന് കൊടുക്കാം. വി മൈനസ് യു ബൈ ടി. ഓക്കെ, വി മൈനസ് യു ബൈ ടി. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം വി മൈനസ് യു ബൈ ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 1200 ആണ്. ഇനി വെലോസിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്യാല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിരുന്നു. എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ടൈം പീരീഡ് 3 സെക്കൻഡും ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? ഇതാ ഇത്രയും ന്യൂട്ടൺ ആണ് വരിക. 10,000 ന്യൂട്ടൺ. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷനെയാണ് കാണിക്കുന്നത്. എന്താണ് റിട്ടാർഡേഷൻ? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. മന്ദീകരണത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ റിട്ടാർഡേഷൻ ഉണ്ടാവുന്ന കേസ് എപ്പോഴാണ്? റിട്ടാർഡേഷൻ ഉണ്ടാവുന്നത് എപ്പോഴും ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കുമ്പോഴാണ് റിട്ടാർഡേഷൻ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഈ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നല്ലേ നമ്മളിവിടെ ഇനിഷ്യൽ വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി കുറവായിരിക്കുമ്പോഴും ഇനിഷ്യൽ വെലോസിറ്റി കൂടിയിരിക്കുമ്പോഴുമാണ് റിട്ടാർഡേഷൻ സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്തത്,
ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. കാരണം നമുക്കറിയാലോ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ചലനജഡത്വമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. അപ്പോൾ അതിലെ യാത്രക്കാർക്കും ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് അവർ ചലന ജഡത്വത്തിലാണ്. ഇട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് മറിഞ്ഞു വീഴുന്നു. കാരണം എന്താണ്? നിർത്തിയിട്ടിരിക്കുന്ന ബസ് എന്ന് പറയുമ്പോൾ യാത്രക്കാർ അവിടെ എന്താണ്? നിശ്ചല ജഡത്വത്തിലാണ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് വണ്ടി ചലിക്കാൻ തുടങ്ങുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് നിശ്ചല ജഡത്വത്തിൽ തുടരാനുള്ള പ്രവണതയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ബാക്കിലേക്കൊന്ന് ആയാണ് ചെയ്യുക. ഓക്കെ, പിന്നോട്ട് മറിഞ്ഞു വീഴാണ് ചെയ്യുന്നത്. ഓക്കെ, ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നോട്ടായും, നിൽക്കുകയാണെങ്കിൽ പിന്നോട്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സമഗ്ര ക്വസ്റ്റ്യൻ പോളിൽ ഈ ഒരു 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചലനവും ചലന നിയമങ്ങളും എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ന്യൂ SCERTയിൽ ചലനവും ചലന നിയമങ്ങളും എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിലെയും കണ്ടന്റ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു ലെസൺ കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ന്യൂ SCERT കൂടെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നില്ല. ആ ഒരു ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് കൂടി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ SCERT സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും കമൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, ഇനി ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. നമ്മളുടെ ASMൻ്റെ എക്സാം സെക്കൻഡ് ഫേസും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫിസിക്സിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു ഓൾ.